അപ്പോൾ നമ്മളിന്ന് എല്ലാവരും കൂടി ചേർന്ന് നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണേ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആരും എടുക്കുന്നതെന്ന് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോണ്ട് ചുണ്ടൊക്കെ നുള്ളി പറിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്കൊരു സ്വഭാവമുണ്ട്, ചുണ്ടിലെ തൊലി മൊത്തം നുള്ളി പറിച്ചിട്ട് ചുണ്ട് ഫുൾ മുറിയാക്കാണ് അവളുടെ ജോലി. അപ്പോൾ നമ്മൾ നേരെ പോയത് പഴവങ്ങാടിയുള്ള ഗണപതി കോവിലോട്ടാണ് കേട്ടോ. അപ്പോൾ മോള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് അവിടെ കുറച്ച് നേർച്ചയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മളവിടെ നിന്ന് തേങ്ങയും കറുകയുടെയും നാരങ്ങയുടെയും ഒരു മാല ഉണ്ടായിരുന്നു, അതും കൂടെ മേടിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി വഴിപാടൊക്കെ നടത്തിയിട്ട് നമ്മൾ പിന്നെ വെളിയിലോട്ട് ഇറങ്ങിട്ടോ. പിന്നെ നമ്മൾ പോയത് ആറ്റുകോവിലോട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. കാരണം അപ്പോൾ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രംകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഉത്സവം തന്നെയാണ്. അപ്പോൾ ഞാൻ ഒത്തിരി തവണ അവിടെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്നേ വരെ ആറ്റുകാൽ പൊങ്കാല ഞാൻ കണ്ടിട്ടുമില്ല, പൊങ്കാല ഇട്ടിട്ടുമില്ല. അപ്പോൾ ആ ഒരു ഉത്സവ സമയത്താണ് നമ്മളവിടെ ചെല്ലുന്നത്. അപ്പോൾ ഇപ്പോഴേ ഇത്ര ജനങ്ങളാണെങ്കിൽ ആ ഒരു പൊങ്കാല ദിവസം എത്ര ആണെന്ന് നമുക്ക് ഊഹിക്കുന്നതിലും അപ്പുറമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് സെൽഫിയും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് നാരങ്ങ വിളക്കും കൂടെ വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ തന്നെയുള്ള കോഫി ഹൗസിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നേരെ ഇരുട്ടി തുടങ്ങിയപ്പോഴേക്കും ഭയങ്കര ജനമായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതവിടെ ചെന്ന് തന്നെ കാണേണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ ഒരു 4-5 സ്റ്റേജൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മെയിൻ സ്റ്റേജാണ്. ഇവിടെ എന്തോ ഒരു ഹിന്ദി പാട്ട് എന്തോ ഗസൽ പോലത്തെ എന്തോ സംഭവമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ആ ഒരു പരിപാടി ഭയങ്കര ബോറിംഗ് ആയതുകൊണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കൊച്ചിന് നമ്മളെ ഇതുപോലത്തുള്ള ജീപ്പിലും അതുപോലത്തെ കാറിലൊക്കെ അങ്ങനെ കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുൾ അവിടെ കടകളാണ് കേട്ടോ, ഫുള്ള് ഫുഡിൻ്റെ സ്റ്റാളായിരുന്നു. അപ്പോൾ കഴിച്ച് നമുക്ക് പരിപാടിയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. അത്രയ്ക്ക് കിടിലം പ്രോഗ്രാംസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു സംഭവത്തിൽ ചാടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോൾ എവിടെ പോയാലും ഈ ഒരു സാധനത്തിൽ കയറും, പിന്നെ അതിൽ നിന്ന് ഇറങ്ങത്തില്ല. പക്ഷേ ഇന്ന് കുറച്ച് നേരം കളിച്ച് അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഞങ്ങൾ അത്യാവശ്യം പോയി. പിന്നെ ഈ ഒരു സ്റ്റേജിൽ അടിപൊളി പ്രോഗ്രാമായിരുന്നു. കാരണം നമുക്ക് അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഇത് നമ്മുടെ രാമായണം മഹാഭാരതത്തിലൊക്കെ കഥകളില്ലേ, ആ ഒരു കഥകളെ അതേപോലെ തന്നെ അവർ നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം എനിക്കത് കാണുമ്പോൾ നമുക്ക് ഈ രാമായണ മഹാഭാരതം എന്ന് അറിയാത്തതുകൊണ്ട് കഥ എന്താണെന്ന് കറക്റ്റ് അറിയില്ല. അതുകൊണ്ട് ഇവർ ഡാൻസ് കളിക്കുന്നത് എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ അമ്മായിയമ്മ ഈ ഒരു രാമായണ മഹാഭാരതമൊക്കെ അരച്ച് കലക്കി കുടിച്ചുകൊണ്ട് ഓരോ ഡാൻസും അത് എന്ത് കഥയാണെന്നുള്ളത് എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് പ്രോഗ്രാംസൊക്കെ കണ്ട് കുറച്ച് കൂടുതൽ നേരം നമ്മളവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഓരോ ഷോപ്പിലും കയറി ഓരോ സാധനങ്ങളും മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.